സാറിൻ്റെ ഇങ്ങനെ ക്യാമറയിൽ നന്ന ഭംഗിയായിട്ട് ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറെ പോലെ ഒപ്പി എടുക്കുമായിരുന്നു. അപ്പം ഞാൻ അപ്പോഴും മനസ്സിലും അപ്പോൾ സാധിച്ചു ഞാൻ വിചാരിച്ചൊരു ഗൗരവക്കാരനെ ഭയങ്കര ദേശീയക്കാരനാണ്. അന്ന് മുടിയൊന്നും ഇത്ര നരച്ചത് ഏതാണ്ട് ഒരു 10 കൊല്ലത്തിനകത്തേ വരുള്ളൂ. അപ്പം ഭയങ്കര ഗൗരവക്കാരനാണ്. എനിക്ക് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ റിഫ്ലക്ഷൻ എന്താണെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ, പലരും പല ടൈപ്പല്ലേ നമ്മൾ. ഞാൻ പിന്നെ മാറിയിരുന്നു. അപ്പം ഞാൻ പോകുന്നിടത്തെല്ലാം സാറ് എന്നെ കാണുന്നില്ല, ഞാൻ സാറിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി നിങ്ങളുടെ ഒപ്പ് കിടക്കുന്നുണ്ട്. അപ്പം നല്ല ഗൗരവക്കാരനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മാഡം ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മാഡം എന്നെപ്പോഴെങ്ങാനും ഒരു 3 മാസം 6 മാസം കൂടെ എന്നെ ഒന്ന് വിളിക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും. അപ്പോൾ എന്നെ വിളിച്ചിട്ട് സാറേ ഇങ്ങനെ ഒരു ടൂറിന് പോയി, നമ്മുടെ അവിടുത്തെ ഒരു അച്ചായനുണ്ട്, ആദ്യമായിട്ട് അച്ചായനുണ്ട്, ടൂറിന് സാറ് ചേരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അവരുടെ കൂടെ ഞങ്ങളെ ചേർക്കുമോ, ഞാൻ ഒന്ന് റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മാഡം റെക്കമെൻഡ് ചെയ്ത് നിങ്ങളുടെ കൂടെ ഞാൻ ചേർന്നു. പക്ഷെ സാറുമായിട്ട് അടുത്തപ്പോൾ നല്ല തങ്ക പാല് കൊടുത്ത് എൻ്റെ കുടുംബ പശ്ചാത്തലം നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. സാറ് നോക്കി ആലോചിച്ച് നോക്കിയാൽ സാറിനെ പോലും ഞാൻ പറയട്ടെ, അതിനുള്ള കാരണമുണ്ട്. സാറിന്റെ പോലും ക്യാമറ പെടുന്ന നമുക്ക് വേണ്ടിയിട്ട് ക്യാമറ കൊണ്ട് നടക്കുന്ന വഴി ഞാനാണ് ചെയ്തത്. അതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറയുന്ന മനസ്സ് ഒന്ന് ആലോചിച്ചു. ഞാൻ കഴിക്കുന്നില്ല, നീ കഴിച്ചോ എന്ന് പറയുന്നതിന് തുല്യമല്ലേ ആ മനസ്സാണ്. ഒന്നും കഴിക്കാൻ കൊടുക്കുന്നില്ല, ഇല്ലാത്ത അല്ലെങ്കിൽ സാഹചര്യമില്ല. നീ അവിടെ ഞാൻ എടുത്തോളാം, നീ അവിടെ നിൽക്കി ഞാനും കൂടെ നിൽക്കട്ടെ എന്ന് സാർ ഇതുവരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഫോട്ടോ ഉണ്ടാവൂല. ഈ വലിയ മനസ്സ് കേട്ടോ. അല്ല, മേഡത്തിനെ കാണാൻ പുഷ്പം തോന്നി. ഞങ്ങള് മേഡം ഇല്ലെങ്കിൽ പറയും എന്റെ പുഷ്പം എന്ത് ചെയ്യുന്നു.